ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ആശിക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ വീഡിയോ ആണിത്. കുറേ ദിവസമായി ഇടണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനും ആശിയും കൂടി ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടുള്ളതാണ്. അപ്പോൾ ആശി ഇത് അവൾക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പൊക്കെ അവൾ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അവളുടെ ഡ്രസ്സിനൊത്തിയുള്ള കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങി. തലേ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും ഞാനും ഏട്ടൻ്റെ കസിനും കൂടി ചേർന്ന് ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ബലൂൺസൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീർപ്പിക്കുന്നതിനനുസരിച്ച് ആശിത ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിലായിട്ട്. രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെറുതായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തു. ആശിക്കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ വക ഒരു വെള്ളി പാസരവും ആശിക്കുട്ടിയുടെ അച്ഛൻ്റെ വകയായിട്ട് ഒരു ചെറിയ പെൻറ്റിനും അച്ഛമ്മേൻ്റെ അച്ഛൻ്റെ വകയായിട്ടൊരു ഗോൾഡിൻ്റെ ഒരു കമ്മലൊക്കെ വാങ്ങിക്കൊടുത്ത്. സുന്ദരി കുട്ടിയായിട്ട് രാവിലെ തന്നെ ഒരുങ്ങിയിരിപ്പുണ്ട്. അപ്പം അമ്മയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ രണ്ടമ്മമാരും കൂടിയിട്ട് ഉച്ചയ്ക്കുള്ള സാലഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കേക്കൊക്കെ വന്നു. അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അങ്ങനെ എല്ലാവരും എത്തിയ ശേഷം ഞങ്ങൾ കേക്കൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്രാവശ്യം ഏട്ടന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആശിയുടെ ഫേവററ്റ് ആയിട്ടുള്ള ഡോളും അവളുടെ ഫോട്ടോയും 2 കേക്കൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തു. എല്ലാവരും കൂടി ചേർന്ന് ആശിക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു. ബർത്ത്ഡേ ഗേളിന് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ഏട്ടനും ചേച്ചിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയും കസിനൊക്കെ ചേർന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആശിയുടെ ബർത്ത്ഡേക്ക് ആ കാണുന്ന സോഫയിൽ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ കുട്ടിയുടെ ഫോട്ടോയും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വീട്ടിലെത്തിയിട്ട് എനിക്ക് ഓരോന്ന് അച്ഛൻ ആശീൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിൽ ഞാൻ എടുത്തതാണെന്ന് പറഞ്ഞിട്ട്. ഈ പ്രാവശ്യം അത് കാണാൻ അച്ഛനും ഇല്ല. എന്താ മിച്ചു എല്ലാവർക്കും കേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആശിത ഏട്ടനും ചേച്ചീൻ്റെ കൂടെ ഇരുന്ന് കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടാക്കി തന്നുള്ള കേക്കാണ്. അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സാധാരണ അമ്മയൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവരിപ്പിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം ഇവിടെ നിന്നൊന്ന് വാങ്ങി നോക്കിയതാ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പോൾ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ആശിത കേക്ക് സൂപ്പറാണെന്ന് പറയായിരുന്നു. മധുരമുള്ള സാധനമല്ലേ, അത് പിന്നെ എന്തായാലും കഴിച്ചോളും. ആമിത സെക്കൻഡ് ട്രിപ്പ് വാങ്ങാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ച ആയപ്പോഴേക്കും അമ്മ ബിരിയാണിൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ച് ബൗളിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ടേബിളിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കുട്ടികളും വലിയവരും എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ആശിത അവളുടെ കുഞ്ഞു കസാരയിൽ നിന്ന് അമ്മമ്മേൻ്റെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മിച്ചുത എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാഞ്ഞിട്ട് സമാധാനമില്ല. അപ്പോൾ രണ്ടുപേരും കൂടി ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് തന്നെയാണ്. അതിനുള്ളിൽ എന്താ ഉള്ളതെന്ന് അവർക്ക് രണ്ടുപേർക്കും തന്നെ അറിയില്ല. ആദ്യത്തെ ഗിഫ്റ്റിനുള്ളിൽ ഒരു ചെറിയ ഹാൻഡ് ബാഗായിരുന്നു. അത് കിട്ടിയ സന്തോഷത്തിൽ അമിത നേരെ ആശിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആശിക്കും അല്ലെങ്കിലും എപ്പോഴുള്ള പരിപാടി ഞങ്ങളുടെ എല്ലാവരുടെയും ഹാൻഡ് ബാഗ് എടുത്ത് ഇങ്ങനെ നടക്കുക. ഇനി അവൾക്ക് സ്വന്തം അവളുടെ ബാഗ് കൊണ്ട് നടക്കാമല്ലോ. ബാഗ് കിട്ടിയ ശേഷം പിന്നെ ഫുൾ ടൈം അതുമ്പോൾ തന്നെ ആയിരുന്നു. അത് തോളിലിട്ട് നടക്കലും അത് തുറക്കലും അതിനുള്ളിൽ സാധനങ്ങൾ വയ്ക്കലും ഫുൾ ടൈം അതുമ്പോൾ തന്നെയായിരുന്നു അവളുടെ പരിപാടി. അതിനുശേഷം അടുത്തത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലിതാ ഒരു ടെഡി ബിയറാണ്. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ടെഡി ബിയേഴ്സൊക്കെ ഇപ്പോഴും റാക്കിൻ്റെ മുകളിൽ ബോക്സിൽ ഇരിപ്പുണ്ട്. അവളൊക്കെ കേടുവരുത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചു. ഇതുവരെ ഞാനത് എടുത്തു കൊടുത്തിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് എല്ലാ ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ചു. അവൾക്ക് കുറേ ഡ്രസ്സുകളും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്തുള്ള വണ്ടിയാണ് ആ ബാക്കിൽ കാണുന്നത്. ഈ പ്രാവശ്യവും അമ്മച്ചൻ്റെ കുറവൊന്നും വരുത്താതെ മാമ എല്ലാ സാധനങ്ങളും അവൾക്ക് വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആശിയുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.